സർക്കാർ അതിനുശേഷം കോടതിയിൽ ഇങ്ങനെ ഇതൊരു തീരുമാനമാകാതിരിക്കുമ്പോൾ തന്നെ സർക്കാർ യുവതി പ്രവേശനം തടഞ്ഞു. പഴയ ആചാരങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഉദ്ദേശം ഇതാ, പഴയ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ അത് പഴയതുപോലെ ആക്കിക്കൊണ്ടുള്ള ഒരു അലിഖിതമായിട്ടാണെങ്കിലും ഒരു നല്ല നടപടിക്രമം ഗവൺമെന്റ് സ്വീകരിച്ചു. ഈ 6-7 കൊല്ലമായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ ഇതിപ്പം ഇവരെന്താണ് പറയാൻ പോകുന്നത്, അല്ലെ തീരുമാനം എന്താണെന്നോ നമുക്ക് നിശ്ചയിക്കാൻ ഒക്കില്ല. ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഞങ്ങൾ അതിന് ബന്ധപ്പെട്ടിട്ടുമില്ല അവരുമായിട്ട്. അല്ല, അതില്ല. പക്ഷെ അവരുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അത് ഈ കേസ് നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഏതായാലും ഈ പുതിയ കോടതിയുടെ പുതിയ നീക്കമല്ല, അതിന്റെ നിയമപരമായിട്ട് നടക്കേണ്ടതാണ്. ഭരണഘടന 9-അംഗ ബെഞ്ചിന് എന്ന് വെച്ചാൽ ഫൈനലാണ്. അവിടെ തീരുമാനിക്കട്ടെ എന്നാണ് താഴെയുള്ള കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 9 ആ ബെഞ്ചിന്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനും അതെന്ന് വേണം അതിന് വാദം കേൾക്കേണ്ടതെന്നുള്ളതും തീരുമാനിക്കാൻ വേണ്ടിയാണ് നാളെ ഇപ്പോൾ കൂടാൻ പോകുന്നത്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളത് അന്വേഷിച്ചിട്ടുമില്ല. അതിപ്പോ ഞാൻ പറയാനൊക്കോ? ഗവൺമെന്റിന്റെ കാര്യമല്ലേ, ഗവൺമെന്റ് എല്ലാം നോക്കിയിട്ടല്ലേ അവരൊരു തീരുമാനം എടുക്കുള്ളൂ. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിക്കിമിൽ ഉണ്ടായതുകൊണ്ട് വിലയിരുത്തലുണ്ടായിട്ടുണ്ടാവാം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. അപ്പോൾ സർക്കാർ നിലപാട് എന്തായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതായിരിക്കില്ലേ? അല്ല, അത് ഇപ്പം നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. എന്നെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകുമോ ഒന്നും ഇല്ലെന്നും. തിരുത്തിയോ? നമ്മൾ തിരുത്തണമെന്ന് അല്ല, ഗവൺമെന്റോ? അല്ല, അതിന്റെ നിയമ നടപടികൾ എന്താണെന്ന് അവരന്വേഷിച്ച് തീരുമാനിക്കട്ടെ. നമ്മളുമായിട്ട് അവരെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഞങ്ങളും ബന്ധപ്പെട്ടിട്ടില്ല. കണ്ടറിയാം എന്നിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാടിന് മാറ്റമൊന്നുമില്ല ഈ വിഷയത്തിൽ. ഒരുപാട് പേര് പരസ്യമായി പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു കേസിന് ഒപ്പം ഉണ്ടാകുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് പോയത് NSS മാത്രമാണ്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ആ സമയത്ത് പിന്തുണ നൽകി, പിന്നീട് അത് ഉണ്ടായില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അല്ലേ ഉണ്ടായില്ല. അല്ല, അത് ആരാ ആദ്യം ഇടപെട്ടിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ ഇതിനെതിരായിട്ട്. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഗവൺമെന്റുകൾ പോലും ഇടപെട്ടിട്ടില്ല. NSS ആ കേസ് കൊടുത്തിരിക്കുന്നു. പിന്നീട് കോടതി തന്നെ പറഞ്ഞു ഇതുപോലുള്ള സംഘടനകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വക കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഈ വാദം കേൾക്കുന്നത്. അത് എല്ലാ സംഘടനകളെയും വിളിക്കുമോ വിളിക്കുകയില്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങളെ വിളിക്കും. അത് ഞങ്ങൾ വളരെ സജീവമാണ്. കേസ് വളരെ പഴയ വാശിയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. നേരത്തെ ഈ സർക്കാരിന്റെ ഈ സത്യവാങ്മൂലം ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്, അന്ന് സർക്കാർ സത്യവാങ്മൂലം ശരിയായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അന്ന്. അത് ശരിയാണ്. അന്ന് അവർക്ക് തോന്നിയില്ല. പിന്നെ തോന്നിയപ്പോഴാണ് കോടതിയിൽ ഇതിരിക്കുമ്പോഴാണെ പോലും പഴയപടി പോട്ടെ എന്ന് അവർ തീരുമാനിച്ചു. അതായത് വിശ്വാസികളുടെ എണ്ണം
അവർ ബോധ്യപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനകത്തൊന്നും നമുക്ക് കയറി അഭിപ്രായം പറയാൻ ഒക്കത്തില്ല. അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ ഇപ്പോൾ അയലോക്കത്തെ ഒരാൾ നമ്മുടെ വീട്ടിൽ കയറി എന്തൊക്കെ ആക്രമണം നടത്തിയാൽ നമുക്ക് അത് നിയന്ത്രിക്കാൻ അവകാശമുണ്ട് നിയമപരമായി. അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ അതിന് സംവിധാനമുണ്ട്. ഇല്ലെങ്കിൽ കോടതിയുണ്ട്.